പരിസ്ഥിതി ശാസ്ത്രം ആരോഗ്യം എന്ന 6ാമത്തെ യൂണിറ്റിൻ്റെ റിവിഷൻ ടെസ്റ്റ് നമുക്ക് നോക്കാം. 20 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1ാമത്തെ ചോദ്യം, IT-യുടെ ദോഷവശമായി പരിഗണിക്കാനാവാത്തത്. 4 ഓപ്ഷൻ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇതിൽ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതാണ് ദോഷവശമായിട്ട് പരിഗണിക്കാനാവാത്തത്. ഇനി 2ാമത്തെ ചോദ്യം, ശാസ്ത്ര പുരോഗതിയുടെ ദോഷവശം എന്ത്? യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തിൻ്റെ വളർച്ചയാണ് ശാസ്ത്ര പുരോഗതിയുടെ ദോഷവശങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പാഠഭാഗത്തിൻ്റെ അവസാനം കുറേ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലെ പോയിന്റ്സുകളൊക്കെ ഓർത്തിരിക്കുക. അതിലൊരു പോയിന്റാണ് ഇവിടെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നതും ആൻസറായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തതുമായ ഓപ്ഷൻ. ഇനി 3ാമത്തെ ചോദ്യം, മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചതുകൊണ്ട് മാത്രമുള്ള പ്രത്യാഘാതമായി കണക്കാക്കുവാൻ സാധിക്കാത്തത്. കുടുംബജീവിതത്തെ ബാധിക്കുക എന്നതാണ് മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചതുകൊണ്ട് മാത്രമുള്ള പ്രത്യാഘാതമായി കണക്കാക്കുവാൻ സാധിക്കാത്തത്. കുടുംബജീവിതം പല വിധത്തിലും താറുമാറാകാം, അല്ലെ, പ്രശ്നങ്ങളുണ്ടാകാം. അത് മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചതുകൊണ്ട് മാത്രമല്ല. അപ്പം അതുകൊണ്ടാണ് ആ ഓപ്ഷൻ ആൻസറായി വന്നത്. ഈ 4ാമത്തെ ചോദ്യം, IT-യുടെ ദോഷഫലങ്ങൾ പരിഹരിക്കുവാൻ എന്താണ് ഫലപ്രദമായ മാർഗം? ഗവൺമെൻറ് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുക എന്നതാണ് IT-യുടെ ദോഷഫലങ്ങൾ പരിഹരിക്കുവാനുള്ള ഫലപ്രദമായ മാർഗം. ഇനി 5ാമത്തെ ചോദ്യം, അടക്കി വാഴുക എന്ന ദൈവകൽപ്പന കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ 4 ഓപ്ഷനിൽ സമൃദ്ധിയും സമാധാനവും ഉണ്ടാക്കുന്ന ഉത്തരവാദിത്തത്തെ കാണിക്കുന്ന ഒന്നാണ് അടക്കി വാഴുക എന്ന ദൈവകൽപ്പന കൊണ്ട് അർത്ഥമാക്കുന്ന ഓപ്ഷൻ. ഇനിയും 6ാമത്തെ ചോദ്യം, AA ഗ്രൂപ്പ് എന്നാൽ എന്ത്? മദ്യപാനം ഉപേക്ഷിച്ചവരുടെ കൂട്ടമാണ് AA ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ്. 7ാമത്തെ ചോദ്യം, ശാസ്ത്ര പുരോഗതി വിദ്യാഭ്യാസ രംഗത്ത് വരുത്തിയ ഏറ്റവും വലിയ പുരോഗതി എന്ത്? 4 ഓപ്ഷനുകളും ശരിയാണ്. ഇതിലേറ്റവും ശരിയായത് എന്ന് പറയുന്നത് അറിവിന് അതിർവരമ്പുകൾ ഇല്ലാതെയായി എന്നുള്ളതാണ്. ഇനി 8ാമത്തെ ചോദ്യം, ആരോഗ്യ മേഖലയിൽ IT എങ്ങനെ പ്രയോജനപ്രദമായി ഉപയോഗിക്കാം? ഇതിലും 4 ഓപ്ഷനുകളും ശരിയാണ്. ഇതിലെ ഏറ്റവും കറക്റ്റായ ഓപ്ഷൻ എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിലെ വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കാം എന്നതാണ്. 9ാമത്തെ ചോദ്യം, ഈ ചോദ്യം ഏത് പാഠഭാഗമാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. എന്താണെങ്കിലും നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ഏത് പ്രസ്താവനയാണ് ശരി? 4 ഓപ്ഷനുകളും നന്നായി മനസ്സിലാക്കി തന്നെ വായിക്കുക. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ 4 ഓപ്ഷനുകളും തമ്മിൽ ഉള്ളൂ. അതുകൊണ്ടാണ് 3ാമത്തെ ഓപ്ഷൻ, ദൈവം പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. 10ാമത്തെ ചോദ്യം, മാലിന്യങ്ങൾ എങ്ങനെയാണ് ജലാശയങ്ങളുടെ ജൈവഘടന നശിപ്പിക്കുന്നത്? ഇതിലെ ഉത്തരം ഓപ്ഷൻ 3, ഓക്സിജന്റെ അളവ് കുറയുകയും സൂക്ഷ്മാണുക്കൾ നശിക്കുകയും ചെയ്യുന്നത് വഴിയാണ് ജലാശയങ്ങളുടെ ജൈവഘടന മാലിന്യങ്ങൾ മൂലം നശിപ്പിക്കപ്പെടുന്നത്. 11ാമത്തെ ചോദ്യം, ഇത് കഴിഞ്ഞ പാഠഭാഗങ്ങളിലെ റഫറൻസിന്റെ വിഭാഗത്തിൽ കൊടുത്തിരുന്ന ഒരു ബുക്കിന്റെ പേരാണ്. ദിവ്യബോധനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ് അബ്ബാ പിതാവേ. ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഞാൻ ആ യൂണിറ്റിൽ ചേർക്കാൻ വിട്ടുപോയൊരു ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ബേബി വർഗീസ് ആണ് അബ്ബാ പിതാവേ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഇനി 12ാമത്തെ ചോദ്യം, കുടുംബത്തിനുള്ളിൽ ആഴമേറിയ ആത്മീയത കൈവരിക്കുവാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇതിലെ ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പോൾ ആദ്യത്തെ 3 ഓപ്ഷൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, നർമ്മസല്ലാപങ്ങളിൽ ഏർപ്പെടുക, ഒരുമിച്ച് ഭക്ഷിക്കുക, ഈ 3ഉം കുടുംബങ്ങളിൽ ആഴമേറിയ ആത്മീയത കൈവരിക്കുവാൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഓപ്ഷൻ എയും ബിയും സിയും അത് വരുന്ന ഉത്തരം 2 ശരി. 14ാമത്തെ ചോദ്യം, ആധുനിക കാലത്ത് കുടുംബങ്ങളിലെ ആഭ്യന്തര ഭരണക്രമത്തിൽ മാറ്റം വന്നത് എങ്ങനെ? സ്ത്രീയും പുരുഷനും വീടിന് പുറത്ത് അധ്വാനിക്കുന്നവരായി മാറി എന്നുള്ളതാണ് ആധുനിക കാലത്തെ കുടുംബങ്ങളിലെ ആഭ്യന്തര ഭരണക്രമത്തിൽ വന്ന മാറ്റം. 15ാമത്തെ ചോദ്യം, മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് നയിക്കുന്ന കാരണം എന്താണ്? 4 ഓപ്ഷനുകളിൽ ആദ്യത്തെ 3 ഓപ്ഷനുകളിലും അതിന് ശരിയാണ്. സുഹൃത്തുക്കളുടെ നിർബന്ധം മൂലം മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനുള്ള ശ്രമം, പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുവാൻ, ഇവയെല്ലാം ഇതിനുള്ള കാരണങ്ങളായതുകൊണ്ട് ഓപ്ഷൻ 4 ഇവയെല്ലാം എന്നതാണ് ശരിയായ ഉത്തരം. 16ാമത്തെ ചോദ്യം, വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രവണത ഏതാണ്?
അശ്ലീല വെബ്സൈറ്റുകൾ, മോർഫിംഗ്, വ്യാജ വെബ്സൈറ്റുകൾ ഇവയൊക്കെ വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രവണതകളാണ്. അതുകൊണ്ട് ഓപ്ഷൻ 4 ഇവയെല്ലാം എന്നതാണ് അതിൻ്റെ ആൻസർ. 17ാമത്തെ ചോദ്യം, പരിസ്ഥിതിയോടുള്ള ക്രിസ്തീയ സമീപനത്തിൻ്റെ വേദപുസ്തക അടിസ്ഥാനം തിരഞ്ഞെടുക്കുക. വേദപുസ്തക അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യർ സമസൃഷ്ടികളെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. 18ാമത്തെ ചോദ്യം, സാങ്കേതിക വിദ്യയുടെ വളർച്ചയാൽ സമൂഹത്തിലുണ്ടായ മാറ്റം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ 3 എല്ലാ കാര്യങ്ങൾക്കും സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. 19ാമത്തെ ചോദ്യം, പരിസ്ഥിതിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇതിലെ ഓപ്ഷൻ 2 പരിസ്ഥിതി ശൃംഖലയിലെ ഒരു ജൈവ ഘടകത്തിൻ്റെ സ്വഭാവം ആ കണ്ണിയിലുള്ള മറ്റ് ജൈവ ഘടകങ്ങളെ ബാധിക്കുന്നില്ല എന്ന ഓപ്ഷനാണ് ഇതിനകത്ത് ശരിയല്ലാത്തത്. പരിസ്ഥിതി ശൃംഖലയിലെ ജൈവഘടകത്തിൻ്റെ സ്വഭാവം ആ കണ്ണിയിലുള്ള മറ്റു ജൈവഘടകങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. അതുകൊണ്ട് 2ാമത്തെ ഓപ്ഷനാണ് അതിനകത്തെ റൈറ്റ് ആൻസർ. 20ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം, സഭാപിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടുപിടിക്കുക. ഇതിന്റെ ഉത്തരം വിശുദ്ധ അത്താനാസ്യോസ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര വ്യാപാരം സൃഷ്ടി മുഴുവനുമായി ബന്ധിപ്പിച്ച് പഠിപ്പിച്ചു എന്ന പ്രസ്താവന തെറ്റാണ്. ഇത് പഠിപ്പിച്ചത് നാസിയാൻസിയിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രസ്താവന അതിൽ തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ 3 ആണ് അതിനകത്തെ ശരിയായ ഉത്തരം, അതിലെ തെറ്റായ പ്രസ്താവന. ഈ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. അതിലെ 1ാമത്തെ ഓപ്ഷൻ, സർവ്വസൃഷ്ടിയും അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലാണ് എന്ന് പറഞ്ഞ പിതാവ്, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ഏതോ ഒരു റിവിഷൻ ടെസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് അത് ഉൾപ്പെടുത്തിയത് കൊണ്ട് പിന്നീട് അത് ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രം. ഈ റിവിഷൻ ടെസ്റ്റിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.